എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലമാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസ ഫലത്തിൽ മകരൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങമാസത്തിൽ മകരൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 7-ൽ ഉച്ചസ്ഥനായിട്ട് കർക്കിടകത്തിൽ നിൽക്കുന്നു. ശനി 3-ലും, രാഹു 2-ലും, ആദിത്യനും കേതുവും അഷ്ടമത്തിലും, ശുക്രൻ 8-ലും 9-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഈശ്വരാധീനവും ഭാഗ്യവും സൽകീർത്തിയും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസക്കാലയളവാണ് ഈ രാശിക്കാർക്ക് വരുന്നത്. അതായത് മകരൻ രാശിക്കാർക്ക് സംഭവ്യമാകാൻ പോകുന്നത്. കർമ്മരംഗത്ത് നേട്ടങ്ങളും, തൊഴിൽ അന്വേഷിച്ച് കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യതയും, തൊഴിലിലുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരാനും, വിദേശ ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സന്താന ഗുണം അനുഭവപ്പെടുന്ന ഒരു കാലയളവായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന ഒരു കാലയളവാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അവർക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കിടന്നിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഈ രംഗത്ത് നേരിട്ടിരുന്നവർ അതെല്ലാം മാറി സമാധാനത്തോടെ ബിസിനസ് രംഗം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ കാലയളവിൽ വന്നു ചേരാൻ പോകുന്നത്. എന്നാൽ ചെറിയ ചെറിയ മനക്ലേശങ്ങളും പ്രയാസങ്ങളും കൊച്ചു ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ടെന്നതൊഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം. മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.